ഹായ് ഓൾ, സ്വാനറൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC/GD 2025 റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്ലാസ്സിനെ പറ്റി നമ്മുടെ അക്കാഡമിയിൽ കറൻ്റ്ലി SSC/GD 2025 ഓൺലൈൻ ബാച്ചും അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചും ഇവിടെ അവൈലബിൾ ആണ് ക്ലാസ്സസ്. നിങ്ങൾ ഓൺലൈൻ ബാച്ചിലേക്കാണ് നോക്കുന്നതെങ്കിൽ മക്കളെ, ഓൺലൈൻ ബാച്ചിൽ ആകെ ഫീസ് വരുന്നത് 2500 മാത്രമാണ് ടോട്ടൽ ഫീസ് വരുന്നത്. നമുക്ക് ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് മെഡിക്കൽ അവയർനെസ്സും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി അഗ്നിവീറിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പുതിയൊരു ബാച്ച്, അഗ്നിവീർ ഗരുഡ എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മളിവിടെ ഓട്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മക്കളെ വേണ്ട, ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഇതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. അതുപോലെ തന്നെ CISF 2024 കോൺസ്റ്റബിൾ ഫയർമാൻ, ഈ എക്സാമിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തരം തിരിക്കുക അല്ലേ. അതായത് ഇപ്പം 3-4 ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം 4 ഐറ്റം ഉണ്ടെന്ന് വെച്ചോ. ഈ 4 ഐറ്റത്തിനകത്ത് നമുക്ക് 3 ഐറ്റത്തിനെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ നമുക്ക് തരം തിരിച്ച് മാറ്റാം. എന്നാൽ അതിനകത്ത് ഒരാൾ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആളായിരിക്കും. ചുരുക്കിൽ പറഞ്ഞാൽ എന്താണ്? ഓഡ് വണ്ണ് കണ്ടുപിടിക്കുക. എന്താണ്? ഓഡ് വൺ കണ്ടുപിടിക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി മോനെ. ഓക്കെ, ഇവിടെ നമ്മൾ ആക്ച്വലി ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പം വേർഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്പർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേർഡും നമ്പറും കൂടെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിക്ചർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല കാറ്റഗറി വരും. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആൽഫബറ്റാണ്. ഇവിടെ നോക്കി, ഇവിടെ കണക്ഷൻ എന്താ? ഇതിനകത്ത് 3 പേര് ഒരേ കാറ്റഗറി വരും, എന്നാൽ ഒരാൾ മാത്രം ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ ജസ്റ്റ് കൗണ്ടിങ് ഒന്ന് നോക്കിയ മോനെ. MJQ. ഓക്കെ, എമ്മിൽ നിന്ന് ജെയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കൗണ്ടിങ് ആണ്, നെഗറ്റീവ് അല്ലേ പോവുക അല്ലേ, -C ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചെണ്ണിയെ മോനെ, ജെയിൽ നിന്ന് എമ്മിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ജെയിൽ നിന്ന് എമ്മിലേക്ക് KLM അല്ലേ, അത് +3 ആണ് അല്ലേ. ഞാനിവിടെ ഡിയിൽ നിന്ന് ജിയിലേക്ക് നോക്കുക വെച്ചു, ABCDEFG, അതും +3 അല്ലേ. ഇവിടെ നോക്കി, B to E എന്താണ്? +3 അല്ലേ, കാരണം സെക്കൻഡ് ആൽഫബറ്റ്, 5th ആൽഫബറ്റ്. നമ്മൾ ഇവിടെ നോക്കുവാണ്, എന്നിൽ നിന്ന് ആറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കി, NOPQR +4 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റം ഏതാണ്? D അല്ലേ. കാരണം ബാക്കി എല്ലാത്തിൻ്റെയും ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം വെച്ചാണ് കമ്പയർ ചെയ്യാൻ നോക്കിയത്. ഇപ്പോൾ ഇതും +3 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ കമ്പാരിസൺ നോക്കിയാനെ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ +4 ആണ്, ബാക്കിയെല്ലാം +3 ആണ്. ഓപ്ഷൻ ഏതാണ്? D ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 4 letter groups are given out of which 3 are. നോക്ക്, ഇവിടെ എന്താ? ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് 4 തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഓഡ് വൺ ഔട്ടിനെ കണ്ടുപിടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മോനെ, ഇവിടെ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ P ഉണ്ട്, V ഉണ്ട്, Y ഉണ്ട്. ഇവിടെയും കൗണ്ടിങ് ആയിരിക്കാം. നമ്മൾ ചെക്ക് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ Vയും Yയും ഇവിടെ നോക്കുക വെച്ചു. STUV WXY അല്ലേ, +3 ആണ്. ഇവിടെ എനിക്ക് ഓക്കെ +3 കിട്ടി. ഞാൻ നെക്സ്റ്റ് നോക്കുമ്പം LO ആവുന്നുണ്ട്. L 12th ആൽഫബറ്റാ, O 15th ആൽഫബറ്റാ. +3 ആണ് ഇവിടെ. RSTU +3 അല്ലേ. അങ്ങനെയാണെങ്കിൽ NOPQ ഇവിടെ എന്താ? +4 അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? സെക്കൻഡും തേർഡും ആൽഫബറ്റ് +3 വെച്ചാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാത്രം എന്താ മോനെ? +4 അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? C ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്? C ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഓഡ് പെയർ ഓഫ് ലെറ്റേഴ്സ് ഓർ വേർഡ്സ്. ഇതും എന്താണ്? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ തന്നെ വരുന്നതല്ലേ. ഇവിടെ AEIMQ ഉണ്ട്, KOSWA ഉണ്ട്. മക്കളെ നോക്കി, ഇപ്പം
എയും ഇയും തമ്മിലുള്ള കണക്ഷൻ എന്താ? A+4 ആണ് ഇ. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ 5th ആൽഫബറ്റ്, ഐ എന്ന് പറഞ്ഞാൽ 9th ആൽഫബറ്റ്. സോ ഇവിടെയും എന്താ? +4 ആണ്. എം എന്ന് പറഞ്ഞാൽ 13th ആൽഫബറ്റ്, 9+4 ആണ്. ഇവിടെയും എന്താ? +4 ആണ്. ഇനി എം NOPQ, സോ അതും എന്താ? +4 ആണ്. സോ ഇവിടുത്തെ പാറ്റേൺ എല്ലാം എന്താ? +4 അല്ലേ? ആണോ? സോ നിങ്ങൾ അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ EIMQ. ഓക്കെ, ഇത് ഞാൻ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓപ്ഷനിൽ EIMQ ഇല്ലേ, അതെല്ലാം എന്താ? +4 അല്ലേ? സോ ഇവിടെ എന്താ? +4 ആണ്. ക്യൂവിന് ശേഷം QRSTU അതും +4 അല്ലേ? സോ എന്താണ്? ഇതെല്ലാം +4 അല്ലേ? സോ നെക്സ്റ്റ് നോക്കിയ മോനെ, ഇവിടെ K ഉണ്ട്, LMNO, ഓക്കെ, PQRS, TUVW, XYZA. ഓക്കെ, ഇവിടെയും എല്ലാം എന്താ? എല്ലാം +4 അല്ലേ? സോ നെക്സ്റ്റ് നോക്കി, N ഉണ്ട്, NOPQR, ഓക്കെ, STU, യു എന്ന് പറഞ്ഞാൽ +3 അല്ലേ ആവുന്നത്? അതായത് ഇവിടെ +4 ആണ്, പക്ഷേ പ്രശ്നം എന്താ മോനെ? ഇവിടെ +3 ആണ്. ബാക്കി എല്ലാം കണ്ടോ? ബാക്കി എല്ലാം +4 അല്ലേ? ബാക്കി എല്ലാം +4 ആണ്. ഇവിടെ +4 ആയിട്ട് +3 ആണ് വന്നത്. അപ്പോൾ ഇതെന്താ? ഓഡ് വൺ ഔട്ട് അല്ലേ? അപ്പോൾ ഡി ഓപ്ഷനിൽ നമ്മുടെ ആൻസർ എന്താ വരിക? ഐ മീൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, ഓഡ് വൺ ഔട്ട് ഏതാ? ഡി ഓപ്ഷൻ. മക്കളെ, ഇത് ഇവിടുത്തെ ടെലഗ്രാം ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇവിടെ ഡെയിലിയുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളോ, അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് മക്കളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യാം. സോ നെക്സ്റ്റ്, ഇവിടെയും കണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? ഇവിടെയും പറയുന്നത് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഓഡ് പെയർ ഓഫ് വേർഡ്സ് ഓർ ലെറ്റർ അല്ലേ? സോ തന്നിരിക്കുന്നവയിൽ ഓഡ് വണ്ണ് കണ്ടുപിടിക്കുക എന്നതാണ് പറഞ്ഞത്. സോ ഇവിടെ നോക്കുമ്പം FCHF ഉണ്ട്, HEJH ഉണ്ട്, PMRN ഉണ്ട്, XUZX ഉണ്ട്. സോ ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴേ മോനെ നോക്കി, ഇവിടെ F ആണ്, ഇവിടെ F ആണ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആണ്. ഇവിടെ H ആണ്, ഇവിടെയും H ആണ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആണ്. ഇവിടെ X ആണ്, ഇവിടെയും X ആണ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആണ്. പക്ഷെ ഇവിടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആണോ? ആണോ? അല്ല. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? സി ഓപ്ഷൻ അല്ലേ? ഓഡ് വൺ ഔട്ട് ഏതാണ്? സി ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഓഡ് പെയർ അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്തുനിന്ന് ഓഡ് വണ്ണ് കണ്ടുപിടിക്കണം. 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഏതുവരെ? ഇവിടെയും കൗണ്ടിങ് ആയിരിക്കാം അല്ലേ? നോക്കി, ഇവിടെ ഓഡ് വണ്ണ് ഏതായിരിക്കും വരിക? ഓക്കെ, ഇവിടെ ഡി കഴിഞ്ഞിട്ട് എച്ച് ഉണ്ട് അല്ലേ? ഇവിടെ എന്തുണ്ട്? ഡി കഴിഞ്ഞിട്ട് മക്കളെ എച്ച് ഉണ്ട്. ABCDEFGH അല്ലേ? +4 H കഴിഞ്ഞിട്ട് IJKL അല്ലേ? ഇവിടെയും +4 ആണ്. LMNOP +4 അല്ലേ? സോ ഇവിടെ എല്ലാം +4 എന്ന് വന്നു. സോ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ NOPQR +4 ആണ്. STUV +4 ആണ്. WXYZ. സോ ഇവിടെയും എന്താ? എല്ലാം +4 അല്ലേ? എല്ലാം എന്താണ്? +4 ആണ്. സോ ഇവിടെ നോക്കി, T ഉണ്ട്, UVWX, ഓക്കെ, YZAB, ഓക്കെ, CDEF, ഓക്കെ, ഇതും എല്ലാം +4 അല്ലേ? ഇതും എന്താ? എല്ലാം +4 ആണ് വരുന്നത്. സോ നമുക്ക് നോക്കി, YZABC ആണ്, ഓക്കെ, DEFG, HIJK, അതായത് എല്ലിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? K ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? ഡി ഓപ്ഷൻ. ഏതാണ്? ഡി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് കണ്ട് ഇവിടെ എന്താണ്? വീണ്ടും ആൽഫബറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? സോ ഇവിടെ പറഞ്ഞിരിക്കുക വീണ്ടും എന്താ? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുകയാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്യുക? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. ഇവിടെ EIU ഉണ്ട്,
ഒ ഇ യു ഉണ്ട്, എ ഇ ഐ ഉണ്ട്, ക്യു എൻ ബി ഉണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് പിടികിട്ടില്ലേ മക്കളെ? നോക്കി, ഇതെന്താണ്? വൗവൽസ് ആണ്. ഇതിനകത്തുള്ള എല്ലാ ആൽഫബറ്റ്സും എന്താണ്? വൗവൽസ് ആണ് അല്ലേ? എന്താണ്? വൗവൽസ് ആണ്. ഇവിടെയോ ഇതും വൗവൽസ് ആണ് അല്ലേ? ഇവിടെയോ ഇതും വൗവൽസ് അല്ലേ? നമ്മുടെ വൗവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലേ? പക്ഷെ ഇവിടെ നോക്കി, ഇതെന്താ? കൺസണൻസ് അല്ലേ? ഇതെന്താണ്? ഇത് വൗവലാണ്. ഇതെന്താ? നോട്ട് വൗവൽ. ഇതെന്താ? കൺസണൻസ് ആണ് അല്ലേ? അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? ഓഡ് വൺ ഔട്ട് ഉറപ്പായിട്ടും എന്താണ്? ഡി ഓപ്ഷൻ അല്ലേ? ഓഡ് വൺ ഔട്ട് ഏതാണ്? ഡി ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സോ നമ്മളിവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പം ഡി ഉണ്ട്, എം ഉണ്ട്, ഐ ഉണ്ട്, സി ജി പി ഉണ്ട്, ആർ എഫ് ബി ഉണ്ട്, എ ടി എച്ച് ഉണ്ട്. നോക്ക്, ഇവിടെ നമ്മൾ നോക്കുമ്പം മക്കളെ ഡിയും എമ്മും തമ്മിൽ കൗണ്ട് ചെയ്യാൻ പോയാൽ കുറേ വ്യത്യാസമുണ്ട് അല്ലേ? 9 നമ്പേഴ്സ് വ്യത്യാസമുണ്ട്. സോ എം കഴിഞ്ഞിട്ട് പിന്നെ ഐയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ആണ് വരിക, ആണോ? അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ കൗണ്ടിങ് നോക്കും. സോ കൗണ്ടിങ് നോക്കാം. സോ ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 9 അല്ലേ എം എന്ന് പറയുന്നത്, ആണോ? ഇനി എമ്മിൽ നിന്ന് ഐയിലേക്ക് പോകുന്നത് നെഗറ്റീവാണ് വരുന്നത് അല്ലേ? മൈനസ് ആണ് പറയേണ്ടത്. സോ നമ്മൾ റിവേഴ്സിൽ കൗണ്ട് ചെയ്യും. ഐ ജെ കെ എൽ എം എന്ന് പറയാൻ ഇങ്ങോട്ട് +4 ആണ്. അപ്പോൾ അങ്ങോട്ട് എന്താ? -4 അല്ലേ? സോ +9 -4 വന്നു. സോ ഇവിടെ അതാണ് വരിക. നോക്കി മോനെ, സി എന്ന് പറഞ്ഞാൽ 3rd ആൽഫബറ്റാ, ജി എന്ന് പറഞ്ഞാൽ 7th ആൽഫബറ്റാ. സോ ഇവിടെ എന്താ? +4 ആണ് അല്ലേ? പിന്നെ ജിയിൽ നിന്ന് പിയിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ പ്ലസ് ആണ്, അഡീഷനാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അഡീഷനാണ്. പക്ഷെ ഇവിടെ നോക്കി, ആറിൽ നിന്ന് എഫിലേക്ക് വരുമ്പോൾ നെഗറ്റീവാണ്. ആറിൽ നിന്ന് എഫിലേക്ക് വരുമ്പോൾ നെഗറ്റീവാണ്. നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ 6th ആൽഫബറ്റും ആറെന്ന് പറഞ്ഞാൽ 18th ആൽഫബറ്റും. സോ അതിൻ്റെ ഡിഫറൻസ് എത്ര? 12 ആണ്. അപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ഇവിടെ അഡീഷനോ സബ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, കാരണം എന്താ? ഇവിടെ എല്ലാം കിട്ടും നമുക്ക് റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സാണ്, ഒരു ഓർഡർ ഇല്ല. അപ്പോൾ അതല്ല ഇവിടുത്തെ പരിപാടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പരിപാടി നോക്കും. സോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വവ്വൽസ് ആണോ കൺസണൻസ് ആണോ എന്ന് ജസ്റ്റ് ഒക്കെ നോക്കുക. ഓക്കെ, കാരണം ഇവിടെ വവ്വലുണ്ട്, 2 കൺസണൻസ് ഉണ്ട്. ഇവിടെ മൊത്തം കൺസണൻസ് ആണ്, ഇവിടെ മൊത്തം കൺസണൻസാണ്. ഇവിടെ മിക്സ് ഓഫ് വവ്വൽ ആൻഡ് കൺസണൻസ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ടും കാര്യമില്ല. സോ നെക്സ്റ്റ് നോക്കിയാൽ ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ 4 അല്ലേ? എം എന്ന് പറഞ്ഞാൽ എന്താ? 13 അല്ലേ? ഐ എന്താ? 9 അല്ലേ? സോ ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടില്ലേ? ഓക്കെ, ഇതെനിക്ക് 26 കിട്ടി. സോ നെക്സ്റ്റ് ഞാൻ നോക്കുകയാണ്, ഈ സിയും ജിയും പിയും മോനെ സി എത്ര? 3 അല്ലേ? ജി എത്ര? 7 അല്ലേ? പി എത്ര? 16 അല്ലേ? നോക്കി ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടി. അപ്പോൾ ഇതെനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. കാരണം എന്താ? ഇവിടെയും 26 കിട്ടി, ഇവിടെയും 26 കിട്ടി, ആണോ? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആർ എഫ് ബി ആണ് മോനെ. ആർ എന്ന് പറയാൻ 18th ആൽഫബറ്റാണ്, എഫ് എന്ന് പറയാൻ 6th ആൽഫബറ്റാണ്, ബി എന്ന് പറയാൻ 2nd ആൽഫബറ്റാണ്. നോക്കിയേ 26 കിട്ടിയോ? ഇതും 26 കിട്ടി. നമ്മൾ ഈ ഓപ്ഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും 26 വരുന്നതെങ്കിൽ ഇതല്ല പാറ്റേൺ, വേറെ ഏതോ പാറ്റേൺ ഉണ്ട്, നമ്മളത് ഫോളോ ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ചെക്ക് ചെയ്യാം. മോനെ എ എന്ന് പറഞ്ഞാൽ എന്താ? 1st ആൽഫബറ്റ്. ടി എന്താ? 20. എച്ച് എന്താ? 8 അല്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്കത് 29 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് പിടി കിട്ടി മക്കളെ? നോക്കി, ഇതിൻ്റെ മൂന്നിൻ്റെയും പൊസിഷൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ സെയിം ആണ്, 26 ആണ്. പക്ഷെ ഇവിടെ എന്താ വന്നത്? 29 ആണ് അല്ലേ? അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാ? ഡി ഓപ്ഷൻ. ഓഡ് വൺ ഔട്ട് ഏതാണ്? ഡി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുകയല്ലേ? സോ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുമ്പം മക്കളെ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് ഓപ്ഷൻസ് MAA എന്നുണ്ട്, OSD എന്നുണ്ട്, OTP എന്നുണ്ട്, VOL എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ എത്ര വവ്വലുണ്ട്, എത്ര കൺസണൻ്റ് ഉണ്ട്? വവ്വൽസ് 2 എണ്ണമില്ലേ? ഉണ്ടോ? കൺസണൻ്റ് 1 ഉള്ളൂ. ഇവിടെയോ വവ്വൽ 1, കൺസണൻസ് 2. വവ്വൽ 1, കൺസണൻസ് 2. വവ്വൽ 1 അതേതാ? O അല്ലേ? കൺസണൻസ് എത്തുണ്ട് 2 ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? എ ഓപ്ഷൻ അല്ലേ? കാരണം എന്താ? അവിടെ 2 വവ്വലുണ്ട്, 1 കൺസണൻ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ളതിലെല്ലാമോ
2 കൺസണൻറ്റും ഒരു വവ്വലുമാണ്. സോ ഓപ്ഷൻ ഏതേ വരികയുള്ളൂ? എ ഓപ്ഷൻ. സോ അഗെയിൻ ഇതിലും എന്താ പറയുന്നത്? ചൂസ് ദി വേർഡ് വിച്ച് ഈസ് ഓഡ്. ഒറ്റയാനെ കണ്ടെത്തുക, അത്രയല്ലേ ഉള്ളൂ. സോ ഇവിടെ പറയുന്നത് DBZX ഉണ്ട്, TRPN ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ഷൻ എന്താ മക്കളെ? നോക്കി, ഇവിടെ അങ്ങോട്ട് എന്തായാലും പോസിറ്റീവാണ്, ഇവിടെയോ DBZX എന്നാണ്. സോറി, പോസിറ്റീവ് അല്ല. നോക്ക്, DBZX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ DBയിലേക്ക് പോകുമ്പോൾ നെഗറ്റീവാണ്. സോ നമ്മൾ റിവേഴ്സിൽ എടുക്കുകയാണെങ്കിൽ മക്കളെ എന്ത് വരും? CD +2 അല്ലേ? സോ ഇവിടെ നോക്കുക, LMN +2 അല്ലേ? ഇവിടെയോ RST +2 അല്ലേ? ABC +2 അല്ലേ? സോ ഇത് നോക്കിയിട്ട് എനിക്ക് കാര്യമില്ല. സോ ഞാൻ അടുത്തത് നോക്കുക. അടുത്തത് നോക്കുമ്പോൾ മോനെ നോക്കി, ഇപ്പോൾ ഇവിടെ X ഉണ്ട് അല്ലേ? XYZ +2 ആണ്. എക്സിൽ നിന്ന് Z എന്താണ്? +2 ആണ്. സോ ഇസഡിൽ നിന്ന് ബിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മോനെ ഇസഡ് കഴിഞ്ഞിട്ട് AB, നമ്മൾ ആൽഫബറ്റ് എഴുതുമ്പോൾ അത് സൈക്ലിക് ഓർഡറല്ലേ. A കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? A to Z എത്തും. Z കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എയിലേക്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, Z +2 അല്ലയോ B എന്ന് പറയുന്നത്? സോ ഇവിടെ എല്ലാം റിവേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം +2 +2 +2 ആണ്. സോ ഇവിടെ നോക്കി, NOPQRST എല്ലാം +2 അല്ലേ? സോ ഇവിടെ HIJKLMN എല്ലാം +2 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ V അല്ലേ, WX. പക്ഷെ ഇവിടെ എന്താ? Y ആണ് വന്നത്. സോ ഇവിടെ എന്താ പാറ്റേൺ? ഇവിടെ +3 ആണ്. കണ്ടോ? ബാക്കിയെല്ലാം +2 ആണ്, പക്ഷെ ഇവിടെ +3 ആണ്. നോക്ക്, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത്? നമ്മൾ അങ്ങോട്ട് എഴുതുമ്പോൾ ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാൻ പാടല്ലേ? സോ അതിൽ നല്ല എന്താ? റിവേഴ്സിൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? അഡീഷൻ ആവും അല്ലേ? അപ്പോൾ ഇവിടെ +3 എന്നാണ് വന്നിരിക്കുന്നത്. സോ ഓർഡർ ഔട്ട് ഏതാണ് മോനെ? ഡി ഓപ്ഷൻ. ഏതാണ്? ഡി ഓപ്ഷനാണ്. ഓക്കെ, അഗൈൻ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നെയാണ്? ഓഡ് വൺ ഔട്ട് ഉണ്ട്. 4 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ YGSQ ഉണ്ട്, GTDME ഉണ്ട്, MHXT ഉണ്ട്, LBJZ ഉണ്ട്. സോ ഇവിടെ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇവിടെ നോക്കി, എത്ര ആൽഫബറ്റ് ഉണ്ട്? 4 എണ്ണം. ഇവിടെയോ 4 എണ്ണം. ഇവിടെയോ 4 എണ്ണം. എന്നാൽ ഇവിടെയോ 5 എണ്ണമില്ലേ? സോ ഇതിനകത്ത് 5 ആൽഫബറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്ത് ഓപ്ഷൻ ഏതേ വരികയുള്ളൂ? ബി ഓപ്ഷൻ അല്ലേ? ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഏതാ? അതല്ലേ, അവിടെ 5 ആൽഫബറ്റ് ഉണ്ട്. സോ ഓപ്ഷൻ ഏതാ? ബി. ഇവിടെ നോക്കിയ മോനെ, ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. സോ അതിനകത്തുനിന്ന് ഓഡ് വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ കണ്ടുപിടിക്കാൻ BDFHJ. സോ ഇവിടുത്തെ കണക്ഷൻ എന്താ? BCDEFGHIJ. സോ ഇതിൻ്റെ എല്ലാം കണക്ഷൻ എന്താ? +2 +2 +2 അല്ലേ? സോ ഇവിടെ QRSTUVWXY. നോക്കി, ഇവിടെയും എല്ലാം എന്താ? +2 +2 +2 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് JKLMNOPQR അല്ലേ? LNPR. സോ ഇവിടെയും എന്താ പറ്റിയത്? ഇവിടെയും പറ്റുന്നത് എന്താ? എല്ലാം +2 ആണ്. സോ നോക്കാം, അഡീഷൻ ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ? സി കഴിഞ്ഞിട്ട് ABCDE. ഓക്കെ, FG ആണ് വരേണ്ടത്. മോനെ ഇവിടെ എന്താ വന്നത്? H അല്ലേ? എനിക്ക് വരേണ്ടത് G ആണ്. ഓക്കെ, ഇവിടെ +3 അല്ലേ വന്നത്? ബാക്കിയെല്ലാം +2 +2 +2 എന്ന് പോകുമ്പോൾ ഇവിടെ മാത്രം +3 എന്ന് വന്നു. സോ ഓപ്ഷൻ ഏതാണ് മോനെ? ഡി ഓപ്ഷൻ. ഏതാണ്? ഡി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഓക്കെ, ഇവിടെ TPLI ഉണ്ട്, MIEA ഉണ്ട്, XTPL ഉണ്ട്, RNJF ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 4 അല്ലെങ്കിൽ 5 6 ഇതുപോലെ ആൽഫബറ്റ്സ് ഒക്കെ ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ കൗണ്ടിങ് ആയിരിക്കില്ല നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഇതിനകത്ത് ഇപ്പം 4 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് മാത്രം ഏതെങ്കിലും ഒരു വവ്വൽ കാണും, ബാക്കിയുള്ളതിനകത്ത് വവ്വൽസ് കാണില്ല, കൺസണൻസ് മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വവ്വൽ കൺസണൻറ്റ് എന്നുള്ള രീതി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വവ്വലുണ്ട്, കൺസണൻ്റ് ഉണ്ട്, ഇവിടെയും വവ്വലുണ്ട്, കൺസണൻ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ വവ്വലില്ല, ഇവിടെയും വവ്വലില്ല.
സോ നമുക്കങ്ങനെ വവ്വൽ കൺസണൻറ്റ് എന്നുള്ള പാറ്റേൺ ഇവിടെ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നോക്കുക. ഓക്കെ, ഐ ജെ കെ എൽ അല്ലേ. MNOP ഇവിടെ എന്താ? +4 ആണ്. QRST ഇവിടെയും +4 ആണ്. ഓക്കെ, ഇവിടെ +4 +4 +3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കുക. MNOP ഇവിടെ +4 ആണ്. QRST +4 ആണ്. UVWX നോക്കി, ഇവിടെ എല്ലാം എന്താ? +4 അല്ലേ? ആണോ? അപ്പോൾ ഇവിടെ നോക്കി, എ കഴിഞ്ഞിട്ട് +4 ചെയ്താലാണ് ഇ എത്തുക അല്ലേ? A +4 ആണ് ഇ എന്ന് പറയുന്നത്. ഇ +4 ആണ് ഐ +4 ആണ് എന്ത്? എം. അപ്പോൾ എന്ത് പിടിയിട്ട്? ഇതെല്ലാം +4 ആണ്, ഇതും +4 ആണ്. സോ ഓപ്ഷൻ ഏതേ വരികയുള്ളൂ? ഏതാണ്ട് എ ഓപ്ഷൻ അല്ലേ വരിക. കാരണം എന്താ? ഇവിടെ +3 ആണ്. IJKL എന്നാണ് വന്നത് അല്ലേ? അതിനർത്ഥം എന്താ? ഇവിടെ മോനെ ഇവിടെ +3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഏടെ എ ഓപ്ഷൻ അല്ലേ? ഓക്കെ, സോ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ each of the following questions a group of 4 words or letters are given, choose the word which is odd. ഇവിടെ എന്താ? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കല്ലേ? സോ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുന്നതിനകത്ത് ഇവിടെ മോനെ ബി കഴിഞ്ഞിട്ട് എത്രാമത്തെ ആൽഫബറ്റാ? ബി റിവേഴ്സിൽ വരിക. ബിയിൽ നിന്ന് റിവേഴ്സിൽ ബാക്കിലേക്ക് വരിക. അപ്പം നമ്മൾ നെഗറ്റീവ് എടുക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? വൈയിൽ നിന്ന് ബിയിലേക്ക് പോകും. അങ്ങോട്ട് പോകുന്നില്ല എളുപ്പം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കി, പി ഉണ്ട്, എസ് ആവണം. QRS +3 ആണല്ലോ. TUV +3 അല്ലേ? WXY ZAB ഓക്കെ, ഇവിടെ എല്ലാം എന്താണ് മോനെ? +3 എന്നാണ് വന്നത്. സോ ഇവിടെ N ഉണ്ട്, Q ഉണ്ട്. MNOPQ +3 ആണ്. QRST +3 ആണ്. UVW +3 ആണ്. XYZ W കഴിഞ്ഞിട്ട് എന്താ? XYZA നോക്ക്, ഇവിടെ എന്ത് പറ്റി? +4 ആയി. നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഓക്കെ, ഡി ഉണ്ടല്ലോ, D EFG HIJ KLM NOP ഓക്കെ, ഇവിടെ എല്ലാം എന്താ മോനെ? +3 ആണ്. ഇവിടെ നോക്കുക, TUVW XYZ ABC DEF ഓക്കെ, ഇവിടെയും എന്താ? എല്ലാം +3 ആണ്. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? 4th ഓപ്ഷൻ അല്ലേ? കാരണം അവിടെ എന്താ? ആദ്യത്തെ 4 ആൽഫബറ്റ് എന്താ? +3 ആണ്. എന്നാൽ ലാസ്റ്റ് ആൽഫബറ്റ് +4 ആണ് വന്നത്. സോ ഓഡ് വൺ ഔട്ട് ഏതാണ്? ബി ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ എന്താണ്? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുമ്പം DOU ഉണ്ട്, GNU ഉണ്ട്, AHI ഉണ്ട്, ODS ഉണ്ട്. ഇവിടെ നോക്കി, നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൗണ്ട് ചെയ്യുമ്പം D കഴിഞ്ഞിട്ടാണ് O കഴിഞ്ഞിട്ടാണ് U. ഓക്കെ, ഇവിടെയാണെങ്കിൽ A കഴിഞ്ഞിട്ടാണ് H കഴിഞ്ഞിട്ടാണ് I. ഓക്കെ, ഇവിടെയാണെങ്കിൽ G കഴിഞ്ഞിട്ടാണ് N കഴിഞ്ഞിട്ടാണ് U. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ODS എന്ന് പറഞ്ഞാൽ മോനെ നോക്കി, ഓയിൽ നിന്ന് റിവേഴ്സ് വന്നാലാണ് ഡിയിലെത്തുക അല്ലേ? ബാക്കി ഇവിടെ എല്ലാം എന്താ? ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചല്ലേ പോയിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണോ പോയത്? ഇവിടെ പോകേണ്ടിയിരുന്നത് എങ്ങനെയാണ്? DOS ആയിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ പോയത്. സോ ഓഡ് വൺ ഔട്ട് ഏതാ മോനെ? വേണ്ടിയതല്ലേ? മനസ്സിലായോ? ഓഡ് വൺ ഔട്ട് ഏതാ? ഇതാണ് ഡി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കി, ഓക്കെ, നമ്മൾ ഇത്ര നേരം ചെയ്ത ടൈപ്പ് അല്ല അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇവര് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഓഡ് പെയർ. ക്വസ്റ്റ്യൻ സെയിം ആണ്, പക്ഷെ തന്നിരിക്കുന്ന പാറ്റേൺ വേറെയാണ് അല്ലേ? ഇവിടെ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ഇവ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, ഇവ 3ഉം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ സെയിം കണക്ഷൻ വരാത്തത് ഏതുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മക്കളെ നോക്കി ഇത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ
റീസണിങ് പഠിക്കുമ്പോഴും മാത്സ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കേണ്ട ബേസിക് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നമ്പേഴ്സിൻ്റെ സ്ക്വയറും ക്യൂബും കാണാതെ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്പേഴ്സിൻ്റെ സ്ക്വയറും ക്യൂബും എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. മോനെ ഇവിടെ നോക്കി, ഇവിടെ 13 എന്ത് ചെയ്താൽ 26 ആക്കാൻ പറ്റും? × 2 അല്ലേ? ആണോ? ഈ 13ഉം 169ഉം തമ്മിലുള്ള കണക്ഷൻ എന്താ മോനെ? 13ൻ്റെ സ്ക്വയർ അല്ലേ? 13ൻ്റെ സ്ക്വയർ അല്ലേ 169 എന്ന് പറയുന്നത്? ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കി 15 × 2 അല്ലേ 30. 15ൻ്റെ സ്ക്വയർ അല്ലേ 125. ആണോ? അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ ഡബിളും പിന്നെ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയറുമാണ്. ആണോ? അപ്പോൾ ഇവിടെ നോക്കി 12ൻ്റെ ഡബിൾ അല്ലേ 24. 12ൻ്റെ സ്ക്വയർ അല്ലേ മോനെ 144 എന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നും ഒരേ പാറ്റേൺ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി 17ൻ്റെ ഡബിളാണ് എന്ത് 34 എന്നുള്ളത്. ഇതോ 17ൻ്റെ സ്ക്വയർ ആണോ? 17ൻ്റെ സ്ക്വയർ എന്താ 289 ആണ്. 17ൻ്റെ സ്ക്വയർ എന്താണ് മക്കളെ? 289 ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് 278 എന്നല്ലേ? സോ ഓഡ് വൺ ഔട്ട് ഏതാണ് വേണ്ടിയതല്ലേ? ഓക്കെ, നോട്ട് എ സ്ക്വയർ ഓഫ് 17 സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ അല്ല അത്. സോ ആൻസർ ഏതാണ് മോനെ? ബി ഓപ്ഷൻ. ഓക്കെ, മോനെ ഇവിടെ നോക്കി, ഇവിടെയും ഓട് പെയർ കണ്ടുപിടിക്കല്ലേ? സോ ഇവിടെ ഓട് പെയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ഈ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പം മക്കളെ നമ്മൾ പ്രൈം നമ്പർ ഏതാണ്, കോമ്പോസിറ്റ് ഏതാണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കോമ്പോസിറ്റ് എല്ലാവർക്കും അറിയാം, ഈസി ഇല്ല. അതിലെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 to 100 നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇവിടെ 72 ഉണ്ട്, 54 ഉണ്ട്, 135 ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മോനെ നോക്കി, ഈ 83 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം അല്ലേ? ബാക്കിയെല്ലാം എന്താ? കോമ്പോസിറ്റ് അല്ലേ? സോ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഏതാ വരിക? ബി ഓപ്ഷൻ. ഏതാണ്? ബി ഓപ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് അല്ലേ? അതായത് സെയിം കണക്ഷൻ അല്ലാത്തത് ഏതുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി 22 ഉണ്ട്, 33 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മോനെ നോക്കി, ഇത് രണ്ടും എന്താ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഇവിടെ നോക്കി ഈ രണ്ടും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ? 18 എന്ന് പറഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിളാണ്. 27 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ഇവിടെ 10ഉം 15ഉം എന്താണ് മോനെ? മൾട്ടിപ്പിൾ ഓഫ് 5 അല്ലേ? ഇതും മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്, ഇതും മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ആണല്ലോ. പക്ഷെ ഇവിടെ നോക്കി 16 ഉണ്ട്, 21 ഉണ്ട്. സോ ഇതിനകത്ത് ഏതെങ്കിലും കോമൺ മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ലല്ലോ. കോമൺ ഏതെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടോ ഇതിന്? ഇല്ല. അതായത് 16 എന്ന് പറയുന്ന നമ്പറിനകത്തും 21 എന്ന് പറയുന്ന നമ്പറിനകത്തും കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിളും ഇല്ല, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. ഓക്കെ, ഐ മീൻ കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഇല്ല എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, രണ്ടിനും കോമൺ ആയിട്ട് ഫാക്ടറായിട്ട് ഒന്നുമില്ല. അതായത് ഇവിടെ 11ൻ്റെ മൾട്ടിപ്പിളാണ് ഇത്, ഇവിടെ 9ൻ്റെ മൾട്ടിപ്പിളാണ്, ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ 16ലും 21നും ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളാണ് ഈ രണ്ട് നമ്പർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിനകത്തും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല. കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരെന്താ? കോപ്രൈം. എന്താണ്? കോപ്രൈം. സോ നമ്മുടെ ആൻസർ ഏതാണ് മോനെ? ഡി ഓപ്ഷൻ. ഏതാണ്? ഡി ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇവിടെ ഓഡ് പെയർ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ സെയിം ആണ് അല്ലേ? ഓപ്ഷൻസ് ആണ് ഡിഫറെൻറ്റ്. സോ 109 ഉണ്ട്, 127 ഉണ്ട്, 561 ഉണ്ട്, 307 ഉണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കളെ ഇവിടെ നോക്കണ്ട നിങ്ങൾ. ചിലപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഫസ്റ്റും ലാസ്റ്റോട് ആഡ് ചെയ്യുന്നതായിരിക്കും സെൻട്രലിലെ നമ്പർ, അതൊരു പാറ്റേൺ ആണ്. അല്ലെങ്കിൽ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും നമ്പറിൻ്റെ ഡിഫറൻസ് ആയിരിക്കും സെൻട്രൽ വരുന്നത്, അതൊരു പാറ്റേൺ ആണ്.
ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവിടെ അത് പാറ്റേൺ അല്ല. കാരണം ഫസ്റ്റ് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴോ ഫസ്റ്റും ലാസ്റ്റും ഡിഫറൻസ് എടുക്കുമ്പോഴോ ഉള്ളതല്ല ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വരാനുള്ളതെന്ന് പറഞ്ഞാൽ മക്കളെ നോക്കി, ചിലപ്പോൾ ഇവിടെ ഈ 3 നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് സം എടുക്കുക. 1ഉം 0യും 9 ആഡ് ചെയ്താൽ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 0 + 9 എന്താ 10 അല്ലേ? 10-നകത്ത് 1 + 0 എന്താ 1 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം എന്താണ്? 1 ആണ്. അങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും ഡിജിറ്റ് സം 1 ആണ്. ഇവിടെയോ ഡിജിറ്റ് സം എന്താ? 7 + 0 + 3 എന്താ 10 ആണ്. സോ 1 + 0 എന്താ 1 ആണ്. ഡിജിറ്റ് സം 3ൻ്റെയും എന്താണ്? 1 ആണ്. എന്നാൽ ഇവിടെ നോക്കുവാണെങ്കിലോ 5 + 6 + 1 എന്താ 12 ആണ്. സോ 2 + 1 എന്താ 3 ആണ്. സോ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എന്താണ് മോനെ? 3 അല്ലേ? സോ ഓടുവാണ് ഔട്ട് ഇതാണ്. ഓക്കെ, അപ്പം അതൊരു പാറ്റേൺ ആണ്. ഇവിടെ വിധി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഈ 3 നമ്പറിൽ 109, 127 അല്ലെങ്കിൽ 307 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, 561 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. കാരണം നോക്കിയേ 561 എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഇത് എന്താണ്? ദിസ് ഈസ് ദി ആൻസർ, നോട്ട് പ്രൈം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രൈം ആണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ഡിജിറ്റ് സം എടുത്താലും ഓഡ് വൺ ഔട്ട് ആയിട്ട് ഏതേ വരികയുള്ളൂ? ബി ഓപ്ഷനെ വരികയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇവിടെ 373 ഉണ്ട്, 317 ഉണ്ട്, 247 ഉണ്ട്, 319 ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഓക്കെ, ഇവിടെ നമുക്ക് ഡിജിറ്റ് സം ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ഡിജിറ്റ് സം ട്രൈ ചെയ്ത് നോക്കുമ്പം 373 എന്ന് പറഞ്ഞാൽ എന്താ മോനെ? 13 വരും. 13 എന്ന് പറഞ്ഞാൽ 1 + 3 എന്താ 4 അല്ലേ? ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ 4 ആണ്. ആണോ? ഇവിടെ 3 + 1 എന്താ 4, 4 + 7 എന്താ 11 അല്ലേ? 11 എന്ന് പറഞ്ഞാൽ മോനെ 1 + 1 = 2 എന്ന് കിട്ടും. ആണോ? പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിലോ 7ഉം 2ഉം 9 ആണ്. ബാക്കി എന്തുണ്ട്? 4 അല്ലേ ഉള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിലോ 3 1 9. ഓക്കെ, 9 പോയാൽ ബാക്കി 3 + 1 4 അല്ലേ ഉള്ളൂ. സോ ഓഡ് വൺ ഔട്ട്. സോ ഐ മീൻ ഡിജിറ്റ് സം ഏതാ മോനെ? 4 ആണ്. സോ ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെയും എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ ഓഡ് വൺ ഔട്ട് ആയിട്ട് ഏതേ വരികയുള്ളൂ? ഇതെല്ലാം വരികയുള്ളൂ. 317 ഏതാ വരിക? 317 ആണ് ഓഡ് വൺ ഔട്ട് വരിക. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാറ്റേൺ കൂടെ നോക്കാം, പ്രൈം നമ്പർ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിജിറ്റ് സം നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ എന്താ വേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. സോ ഇവിടെ 216 ഉണ്ട്, 8 ഉണ്ട്, 125 ഉണ്ട്, 65 ഉണ്ട്. മക്കൾ ഇവിടെ നോക്കി, 216 എന്ന് പറഞ്ഞാൽ 6ൻ്റെ ക്യൂബാണ്. 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബാണ്. 65 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, അല്ലല്ലോ. സോ ഓപ്ഷൻ ഏതാ വരുന്നത് മോനെ? ഡി ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്? ഡി ഓപ്ഷനാണ്. ഓക്കെ മക്കളെ, ഇവിടെ നോക്കി, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ 79 എന്നുള്ളത് 97 ആ ഡിജിറ്റ് തിരിച്ചെഴുതിയേക്കാണ്. 39 എന്നുള്ളത് 93 ഡിജിറ്റ് തിരിച്ചെഴുതി. 91 തിരിച്ചെഴുതുമ്പോൾ 19 അല്ലേ പറഞ്ഞത്? സോ ഇവിടെ എന്താ? 99 ആണ്. സോ ഓഡ് വൺ ഔട്ട് ഏതാ? വേണ്ടിയതാണ്. ഓക്കെ, സോ താങ്ക് യു.